സമ്മതിദാനാവകാശം വിനിയോഗിച്ച് മലയാള സിനിമാ ലോകം. മലയാളത്തിന്റെ മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വോട്ട് രേഖപ്പെടുത്തി. നേമമണ്ഡലത്തിലായിരുന്നു മോഹൻലാലിന് വോട്ട്. രാവിലെ 7 മണിക്ക് തന്നെ വോട്ട് ചെയ്യാനായി തിരുവനന്തപുരം മുടവൻമുകൾ LP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ മോഹൻലാൽ എത്തി. അരമണിക്കൂറോളം വരിയിൽ നിന്നാണ് മോഹൻലാൽ വോട്ട് ചെയ്തത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയാതിരുന്ന മമ്മൂട്ടി ഇക്കുറി വോട്ട് ചെയ്തു. തൃക്കാക്കര മണ്ഡലത്തിലെ പൊന്നുരുന്നി ക്രൈസ്റ്റ് കിങ് സ്കൂളിലായിരുന്നു മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്തിയത്. സ്ഥാനാർത്ഥികളും സിനിമാ താരങ്ങളുമായ രമേശ് പിഷാരടി തൃപ്പൂണിത്തുറയിലും, സുധീർ കരമന പേരൂർക്കടയിലും, മാണി സി കാപ്പൻ പാലായിലും, അഖിൽ മാരാർ തൃക്കാക്കരയിലും വോട്ട് രേഖപ്പെടുത്തി. കൊച്ചി തേവരയിലായിരുന്നു നടൻ പൃഥ്വിരാജിന് വോട്ട്. നടൻ ആസിഫ് അലി, സഹോദരൻ അസ്കർ അലി എന്നിവർ തൊടുപുഴ കുമ്മങ്കൽ LP സ്കൂളിൽ വോട്ട് ചെയ്തു. ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളതുപോലെയൊക്കെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു സർക്കാരായിരിക്കണം നമുക്ക് വേണ്ടത്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. കൊല്ലം പട്ടത്താനം SNDP UP സ്കൂളിലാണ് MLA-യും നടനുമായ M മുകേഷിന് വോട്ട്. തുടർഭരണമുണ്ടാകില്ലെന്ന് നടൻ ജഗദീഷ്. ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്റെ മനസ്സിലും ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഞാൻ പറയുന്നില്ലെങ്കിലും ആ ആഗ്രഹം വളരെ വ്യക്തമാണ്. കുഞ്ചാക്കോ ബോബൻ ആലപ്പുഴയിലും, ടൊവിനോ തോമസ് ഇരിങ്ങാലക്കുടയിലും, സലീം കുമാർ പരവൂരിലും വോട്ട് രേഖപ്പെടുത്തി. ഉയർന്ന പോളിംഗ് ശതമാനം UDF-ന് അനുകൂല സൂചനയാണെന്ന് സലീം കുമാർ. എനിക്ക് ഭൂരിപക്ഷം കണ്ടിട്ട് ആളുകളുടെ പോളിംഗ് കണ്ടിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഇതാണ് തോന്നുന്നത്. ആലപ്പുഴ മണ്ഡലത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ LP സ്കൂളിലായിരുന്നു ഫഹദ് ഫാസിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ആലുവ സാംസ്കാരിക കേന്ദ്രത്തിലെത്തി ദിലീപും കാവ്യമാധവനും വോട്ട് ചെയ്തു. സത്യനന്ദിക്കാട് അഹാന കൃഷ്ണ, രഞ്ജിപ്പണിക്കർ, ഭാഗ്യലക്ഷ്മി, നവ്യ നായർ, ഹരിശ്രീ അശോകൻ, അബു സലീം, ഉണ്ണിരാജ തുടങ്ങിയവർ ഉച്ചയ്ക്ക് മുൻപ് തന്നെ വോട്ട് ചെയ്തു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സജ്ന സജീവൻ മാനന്തവാടിയിൽ വോട്ട് ചെയ്തു. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.